ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ എപ്പോഴും നിങ്ങൾ UK-യുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഓഫ് ഡേ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ തീരുമാനിച്ചിറങ്ങിയതാണ്. ഞങ്ങൾ താമസിക്കുന്ന ലെസ്റ്ററിൽ നിന്ന് ഒരു 175 മൈലപ്പുറം സാൾട്ട്ബേൺ ബൈ ദ സീ എന്ന് പറഞ്ഞ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ സമ്മറിൽ പ്രതീക്ഷിച്ചാൽ പോയത്, പക്ഷെ ഞങ്ങൾ മഴ ചതിച്ചു. മഴയുണ്ടായിരുന്നു വരുന്ന വഴിക്ക് മൊത്തം. ഇത് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ഈ കോടമഞ്ഞാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ മൂന്നാറും വയനാടൊക്കെ പോകുമ്പോഴാണ് ഇതേപോലെയുള്ള കോടമഞ്ഞ് കിട്ടാറ്. UK-യിൽ പലതവണ ഞാൻ ഈ കോടമഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഡീപ്പായിട്ടുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങോട്ടേക്ക് പോണ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലെസ്റ്ററിൽ നിന്ന് പോകുമ്പോൾ ഷെഫീൽഡ്, അതേപോലെ ലീഡ്സ്, പിന്നെ യോർക്ക്, പിക്കറിങ്, നേരെ സാൾട്ട്ബേൺ ബൈ ദ സീയിലേക്ക് ആണ് ഈ ലൊക്കേഷൻ. ഞങ്ങൾ ഈ പോണ വഴിക്ക് ചെറിയ ചെറിയ വില്ലേജിൽ കൂടിയൊക്കെ കയറിയാണ് പോയത്. അവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മക്ഡിയിലാണ് നിർത്തിയത്. മക്ഡിയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അവിടെ ചെറിയ ഗെയിമൊക്കെ കളിച്ചിട്ട് നേരെ ബീച്ചിൽ. വിറ്റ്ബി പട്ടണം ലക്ഷ്യമാക്കി നമ്മുടെ ഡ്രൈവർ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ സത്യം കേട്ടോ. സർഫ് ചെയ്യോ? അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി നമ്മുടെ കാർ പാർക്ക് ചെയ്തു. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് ഫീസ് അടച്ചിട്ട് ആ ടിക്കറ്റ് കൊണ്ടുപോയി നമ്മുടെ കാറിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ഏകദേശം 7000 രൂപ വരെ നമുക്ക് ഫൈൻ കിട്ടും. അത് UK-യിലുള്ള എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണെന്ന്. അങ്ങനെ പാർക്കിങ്ങിൻ്റെ ഫീസൊക്കെ അടച്ച് നമ്മൾ ടിക്കറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് നേരെ പതിയെ ബീച്ചിലേക്ക് നടന്നു. ഇവിടുത്തെ ബീച്ചുകളെല്ലാം പെബിൾ ബീച്ചാണ്, കല്ലാണ്. നമ്മുടെ നാട്ടിലൊക്കെ മണ്ണ് അല്ലേ, ഇവിടെ പെബിൾ ബീച്ചാണ് ഏറ്റവും കൂടുതൽ. കുറേ കല്ലുകളായിരിക്കും. ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക്ഷയറിലാണ് ഈ സാൾട്ട്ബേൺ ബൈ ദ സീ എന്ന് പറഞ്ഞ ഈ ബീച്ചുള്ളത്. സമ്മറിലാണ് ബീച്ചസിൽ ആൾക്കാർ കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ ബീച്ചിൽ വരുന്നപ്പോൾ കണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് സർഫ് ചെയ്യാൻ വേണ്ടിയാണെന്ന് കുറേ ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. അത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇവിടെ സർഫ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ഈ ബീച്ചിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ട്രാംവേ. നമ്മുടെ ഈ ക്ലിഫിനെയും ബീച്ചിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഈ ട്രാംവേ. 1884 സ്റ്റാർട്ട് ചെയ്തതാണിത്. ഇതിനകത്ത് വൺ സൈഡ് ഒരാൾക്ക് പോകാൻ വേണ്ടി £1 60 നമുക്ക് ഇതിനകത്ത് ചാർജ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് നമുക്കത് കയറാൻ പറ്റിയില്ല, മിസ്സായി. അതിന് ഓപ്പോസിറ്റ് തന്നെ ഈ സാൾട്ട്ബേൺ പിയർ എന്ന് പറഞ്ഞൊരു കടൽപ്പാലമുണ്ട്. നമ്മൾ ആ കടൽപ്പാലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതൊരു ഗെയിമിംഗ് സ്റ്റേഷനാണ്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഗെയിം സ്റ്റേഷനിലൊക്കെ കണ്ട് ചെറിയ ഗെയിംസൊക്കെ കളിക്കാവുന്നതാണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം ബ്രൈറ്റണിൽ പോയപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഗെയിമൊക്കെ കളിച്ചിരുന്നു. അന്ന് കുറേ പൈസ കൊണ്ടേ കളഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ആ കാര്യത്തിന് വേണ്ടി മുതിർന്നില്ല. നേരെ ഗെയിമിംഗ് സ്റ്റേഷനൊക്കെ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ നേരെ കടൽപ്പാലത്തിലേക്കാണ് നടന്നത്. നമ്മുടെ ഈ കടൽപ്പാലം പണ്ട് കാലത്ത് വലിയ ബോട്ടുകളൊക്കെ വരുമ്പോൾ അവിടെ നിർത്തി ചരക്കിറക്കാൻ വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഫുള്ളി യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഏകദേശം 208 മീറ്ററാണ് ഈ കടൽപ്പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. ഈ കടൽപ്പാലത്തിൽ നിന്ന് നമുക്ക് ഈ ബീച്ചിൻ്റെ നല്ല അടിപൊളി വ്യൂ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ട്രാംവേയും പിന്നെ അതേപോലെ ഒരു സൈഡിലുള്ള ബീച്ച് ഹട്ടും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കാണാം. നമ്മൾ വന്നത് ഒരു ഇച്ചിരി മഴ ടൈമിലായതുകൊണ്ടായിരിക്കണം ഒരു അത്രയ്ക്ക് കളർഫുള്ളായിട്ട് നമുക്ക് ഇപ്പം തോന്നില്ല. പക്ഷേ സമ്മറിൽ ഇത് അടിപൊളിയായിരിക്കും. UK-യിലെ എല്ലാ ബീച്ചുകളും സമ്മറിൽ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർഫ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ സർഫിങ്ങിനായിട്ട് വരുന്നത് നമ്മളിവിടെ കണ്ടു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സർഫിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് റെൻറ്റിന് എടുക്കാൻ പോലും ഇവിടെ ഷോപ്പുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അത് പഠിക്കാനുള്ള ലെസൺ എടുക്കാനും ഇവിടെ ഷോപ്പുള്ളതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കളർഫുൾ തീമിൽ ചെയ്തിരിക്കുന്ന ഈ ബീച്ച് ഹട്ട്. നമുക്കൊരു ബീച്ച് ഹട്ട് റെൻറ്റിന് എടുത്തിട്ട് നേരെ കടലിലേക്ക് നോക്കി റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റും ഫാമിലിയൊക്കെ ആയിട്ട്. നിങ്ങൾ ഈ സമ്മറിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമാണെങ്കിൽ, എന്താണെങ്കിലും നിങ്ങൾക്ക് സാൾട്ട് ബേൺ ബൈ ദ സീ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.